കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം ഉണ്ടാവും. ഈ സഹോദരൻ എന്നെയോ ഈ മുറിവിന്റെ എല്ലാം പുറമെ തേൻ തേനോട് എവിടെ നിന്നിരിക്കുന്ന തേൻ പോരാ. ഈ തേൻ ചേട്ടനെ ഈ ചട്ടി കൂടി കയറ്റി വെച്ചു. ഈ സൂര്യാസൊക്കെ ഇങ്ങനെ മറന്നു വെച്ചു. നല്ല പണിക്കില്ലേ ഈ തേൻ അങ്ങോട്ട് ഇതിനെ തേച്ച് കഴിയുമ്പോഴേ ഇതിന്റെ മുഴുവൻ വേസ്റ്റ് വലിച്ചു. ഈ തേനിന് വലിച്ചെടുക്കാതെ കഴിവുകൊണ്ടാണ് നെല്ലിക്ക കൊണ്ടമാക്ക് പോലെ ആയിപ്പോയി. ഇപ്പൊ ഞാൻ കഴിക്കാം. ചേട്ടനെ കയ്യിൽ നിന്ന് കയറ്റി വെച്ചു. തേനിന്റെ അംശമൊന്നുമില്ല. ഈ തൊക്കിന് കൂടെ തേൻ ഒഴിച്ച് കുഴിക്കണം. തേൻ തേച്ച് നേരത്തെ വേസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചു. അപ്പം ഈ രണ്ട് വരും. ഇയാളെ രോഗാവസ്ഥ വന്നതാണ്. ചേട്ടൻ ഈ ഒരു ഫോട്ടോ എടുത്തു. ഈ ചേട്ടൻ ഇങ്ങനെ വെച്ചോണ്ട് ഫോട്ടോ രണ്ട് കൈ കളിച്ചു ഈ ചേർത്ത് വെച്ചു. താങ്കളും അതുമല്ല ഇത് ഈ പുറം ഈ ഒരു ഫോട്ടോ എടുത്തു. രണ്ട് കൈ ചേർത്ത് രണ്ടുപേരുടെ കൈയുടെ കളർ വരാൻ പോകുന്നു. രണ്ട് കൈയുടെ പടം കിട്ടിയോ? ഓക്കെ മതി. വെള്ളം കിട്ടിയല്ലോ ചേട്ടാ. കൈ കാണിച്ച് ഇടത്തേക്ക് ഇത് ഈ തേന് ചേട്ടൻ ഇവിടെ മാത്രം തേച്ച് മൊത്തം തേച്ച് കേട്ടാ. കുഴമ്പ് തേക്കുന്നതിന് 10 പേരില് ഇങ്ങോട്ട് മുന്നോട്ട് അതിന് മുകളിൽ പോലെ. ഓക്കെ ചേട്ടൻ കൈ കാണിച്ചു. ഇതാ ഇതിന്റെ പുറത്തോട്ട് തേച്ച് ഈ കൈക്കും 2 കളറായിരിക്കും. 2 മിനിറ്റ് കഴിയും. ആ വേണ്ടാത്ത വേസ്റ്റ് മുഴുവൻ പുറത്തോട്ട് ഒന്ന് വെളി പറഞ്ഞ ഇങ്ങനെ ആ രോഗകുട്ടിയിലെ ചെടിയെല്ലാം കാണിച്ചു. രണ്ടുപേരും കയ്യിൽ നിന്ന് തൂക്കിട്ട് ഇങ്ങനെ വിളിച്ച് നിങ്ങളുടെ ഓരോ രോമകുത്തിയെന്നും എന്ത് വരുന്ന കാണാം. ഈ സാധനം തുള്ളി തുള്ളിയായിട്ട് വരുമെന്ന് തോന്നും. ഈ പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴത്തെ കളർ ഉണ്ടാവും. ഏതെന്നാ നോക്ക്. തേച്ച് തന്നെ കൊണ്ടു. ഈ ചേട്ടൻ്റെ ഒഴുകുന്ന തന്നെ ചേട്ടൻ്റെ വേസ്റ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ പോരുന്ന ചേട്ടൻ്റെ ഈ കയ്യിലിരിക്കുന്നതെല്ലാം വെള്ളം പോലെ വരും. ആണോ വരുന്നത് കണ്ടോന്ന്. വേസ്റ്റാ വരുന്നത്. ലോക തമ്പുരാന്റെ സോപ്പാണ് കൂട്ടുകാരാ തേൻ. അത് ഇത് തേച്ചാ കുളിക്കണ്ടേ? ആണോ ഇത് നല്ല വെള്ളം പോലെ വരുന്നേ. ഇത് കൃത്രിമ വെള്ളമൊന്നും അല്ലല്ലോ, നിങ്ങളുടെ തന്നെയല്ലേ? ോ ഇനി തൂത്ത് ചെറുതാൻ ലേറ്റാണ് തൂത്തി വെള്ളം പോലെ നല്ലോണം കുത്തി. ഇനി കൈ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ 2 കൈ 2 കളറാണ്. ഈ പുള്ളിയുടെ കളർ മാറിയോ ഇല്ലയോ ചേട്ടാ? ഇങ്ങോട്ട് ചേർത്ത് ഇതെന്നാ ഒന്ന് കരിജിനും ഒന്ന് ഗിരിജിനും ആയില്ലേ? ഈ പുള്ളി ഫുൾ ബോഡി തേൻ തേക്കണോ വേണ്ടയോ? തേൻ തേച്ച് കുളിക്കണോ വേണ്ടയോ? പോയി ചേട്ടാ പോയി കഴി ചാപ്പണ്ട് 2 പേരെ ഇതിപ്പോ 1 മിനിറ്റ് നിങ്ങൾ 20 മിനിറ്റ് ചെയ്യണം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വേറെ സായിപ്പിന് കഴിയുമ്പോഴും ഇല്ലാണ്ട് ഇനിയൊന്നും ഇല്ല. വെള്ളം നിലമ്പെല്ലാം പോകും. പിന്നെ വെള്ളം തൊട്ടാ അന്നേരം പോയില്ലേ? ഇനി ആ ഫോട്ടോ എടുത്ത് എനിക്ക് 2 കൈ ചേർത്ത് ഫോട്ടോ എടുത്ത് 2 കൈ ചേർത്ത് ഫോട്ടോ എടുക്കണ്ടല്ലോ. 2 കൈ വെച്ച് നോക്കി ഞങ്ങളത് കാണിച്ചു. 2 കളറിലും നോക്ക്. ചേർന്ന് ഒരു വലിയ ബോട്ടിൽ തേൻ കൊണ്ടുപോയി എന്ത് ചെയ്യണം? തേന് മുഴുവൻ തേച്ച് 3/4 മണിക്കൂർ പുള്ളി പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്തിനാ കൊടുക്കുന്നേ? ഇവന് ചെയ്യേണ്ട കാര്യം അറിയാതുകൊണ്ട് ഇത് മേടിച്ച ചുമ്മാ പാച്ച് വെച്ചിട്ട് സോറിയാസിസ് പൂർണ്ണമായി മാറ്റി കൊടുക്കാം. ഈ വീഡിയോ കാണിച്ചാൽ പോലെ ഒരു സാധനങ്ങൾ വരും. പക്ഷേ കൊറിയർ മീഡിയ അസിസ്റ്റന്റ് കളക്ടറാണ്. എനിക്ക് ചുമ്മാ കഴുകിയിട്ട് ഇയാൾ തേക്കുകയില്ല, കുളിക്കുകയില്ല, ഒരു ഒപ്പില്ല. ഇയാൾ വന്നതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ലേ, നിങ്ങളുടെ അനുഭവം കാണിച്ചോണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്മൾ കൂടിയിട്ട് എന്നാ പറഞ്ഞത് രോഗം മാറുന്ന കാര്യത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഇതൊക്കെ. ഈ 1000 കണക്കിന് വൈദ്യന്മാരിന് കിട്ടിയ എന്താണ് അറിവാ.
നമ്മൾ നല്ല തേൻ ഉണ്ടാക്കുന്നു, അവര് നല്ല തേൻ വേണം. അവരും നമ്മളും തമ്മിൽ എന്ത് ചെയ്യും? ആശയവിനിമയം ചെയ്യും. ഈ ആശയവിനിമയത്തിലൂടെയാണ് ഈ സാധനം എല്ലാം കയറി പോകുന്നത്. അപ്പൊ ഈ കാന്താരി മഞ്ഞള് നിങ്ങൾക്ക് തന്നില്ലേ, ഈ സാധനമൊക്കെ ഇട്ടേക്കുന്ന ടാങ്കാണ് ചേട്ടാ തന്നത്. അത് ശകലം പാത്രത്തിൽ അല്ലിട്ടേക്കുന്നത്. വാ അപ്പം യൂട്യൂബർമാർക്ക് മനസ്സിലായോ ഇതെല്ലാം ഇട്ടിരിക്കുന്നില്ല. കാന്താരി മഞ്ഞള് മാതളം ബ്രഹ്മി എല്ലാ സാധനം ഇങ്ങനെ ഇടണം. 60 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം ഗുണം അതിനകത്ത് വരും. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ അവന് പെട്ടെന്ന് കിട്ടുക. ഇപ്പൊ നെല്ലിക്കാണെങ്കിൽ പോലും ഒരു നെല്ലിക്ക ഇതെല്ലാം മേടിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കും. ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. അതായത് ഒറ്റ മൂല്യങ്ങൾ തിരിച്ചു വരും. ഏതാ നമ്മുടെ മാറാ രോഗങ്ങള് നമുക്ക് മാറ്റാനുള്ള എല്ലാ സൗകര്യവും തമ്പുരാൻ തന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ. ഇപ്പൊ നെല്ലിക്ക എന്താണെന്നും മഞ്ഞൾ എന്താണെന്നും കാന്താരി എന്താണെന്നും ബ്രഹ്മി എന്താണെന്നും പഠിച്ചാൽ പോരെ. ഇപ്പൊ തേനിട്ടാ പോരെ, കഴിച്ചാൽ പോരെ. രക്തത്തിലെത്തോ ഇല്ലയോ? ഇപ്പൊ തേൻ ശരീരം ശുദ്ധിയാക്കുമോ ഇല്ലയോ? ഇന്ന് തെളിവിന്റെ നേരി കണ്ടത്.